നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ജോലി സ്ഥലത്ത് നമ്മളെക്കാൾ മുതിർന്നവരുണ്ടായ അവരെ നമ്മൾ ബഹുമാനിക്കണം. നമ്മളെക്കാൾ സീനിയേഴ്സ് ഉണ്ടെങ്കിൽ അവരെയും നമ്മൾ ബഹുമാനിക്കണം. പക്ഷേ കരുണാകരൻ സാറിന് നമ്മൾ ഇതുവരെ റെസ്പെക്ട് കൊടുത്തിട്ടില്ല. നമ്മൾ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് പ്രിയം പറയുമ്പോഴാ എനിക്ക് മനസ്സിലാവുന്നത്. നമ്മളെക്കാൾ സീനിയോറിറ്റിയും പ്രായവും ഉള്ളതുകൊണ്ട് മാത്രമല്ല നമ്മളെ കരുണാകരൻ സാറിനെ ബഹുമാനിക്കേണ്ടത്. ചെറിയ നിലയിലാണ് PKR സാറ് ഈ ഗാർമെന്റ്സ് തുടങ്ങിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ചെറിയ സ്ഥാപനം ഇന്ന് ഈ കാണുന്ന PKR ഗ്രൂപ്പ് ഓഫ് കമ്പനിയാക്കി മാറ്റിയതിൽ കരുണാകരൻ സാറ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കരുണാകരൻ സാറിന്റെ ആത്മാർത്ഥതയും സ്ഥാനത്തെയും കൂടി നമ്മൾ ബഹുമാനിക്കണം. PKR സാറ് പണം ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ കമ്പനി ഉണ്ടായത്. ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. പണമുള്ളവര് ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവരൊന്നും PKR സാറിനെ പോലെ വലിയ മുതലാളിമാരായിട്ടില്ല. എന്താ കാരണം? അവരുടെ കയ്യിൽ പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കരുണാകരൻ സാറിനെ പോലെ ദീർഘവീക്ഷണവും കൂർമ്മ ബുദ്ധിയുള്ള ഒരാള് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാ കാരണം. മാഡം, കോഫി. ഞാൻ നിന്നോട് കോഫി ചോദിച്ചില്ലല്ലോ. ഇല്ല, മാഡം കോഫി ചോദിച്ചില്ല. പക്ഷേ എനിക്ക് മാഡത്തിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണം. മാഡത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ എനിക്കൊരു ചമ്മല്. അതുകൊണ്ടാ കോഫിയുമായിട്ട് വന്നത്. ഈ ഒരു സെന്റൻസ് പറയുന്നതിനിടയില് ഒരു 5-6 തവണ നീ എന്നെ മാഡം എന്ന് വിളിച്ചു. ഇതുവരെ നീ എന്നെ വിളിച്ചോണ്ടിരുന്നത് മുക്ത എന്നാ. അതും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വിളിക്കുമ്പോ മാത്രം. ആരുമില്ലാത്തപ്പോ നീ മുക്തയുടെ കൂടെ വേറെ ചില വാക്കുകൾ കൂടി ചേർക്കാനുണ്ടെന്നും എനിക്കറിയാം. അയ്യോ ഇല്ല മാഡം, മാഡം എന്ന് വിളിക്കാറില്ല, പേരെ വിളിക്കാറുള്ളൂ. അത് സത്യം തന്നെയാ. പക്ഷെ ഞാനൊരിക്കലും മാഡത്തെ ചീത്ത വിളിച്ചിട്ടില്ല. ചീത്ത വിളിച്ചാലേ നീ വിവരം അറിയും. ആ, വന്ന കാര്യം പറയ്. മാഡം ഈ കമ്പനിയുടെ CEO ആണെന്ന് ഞാൻ ഈ കമ്പനിയിൽ വന്ന ദിവസം തന്നെ ആരൊക്കെയോ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ CEO എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴും അറിയില്ല. മാഡം PKR സാറിന്റെയും കൈലാഷ് സാറിന്റെയും വേണ്ടപ്പെട്ട ആളല്ലേ? അതിന്റെ ഗമ കാണിക്കുകയാണെന്നാ ഞാൻ കരുതിയത്. അതുകൊണ്ടാ ഞാൻ മാഡത്തിനോട് ബഹുമാനം ഇല്ലാതെ പെരുമാറിയത്. CEO എന്ന് പറഞ്ഞ എന്താണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? അതിന്റെ അർത്ഥമൊന്നും ഇപ്പോഴും എനിക്ക് അറിയില്ല. പക്ഷെ വലിയ പദവിയാണെന്നൊക്കെ അറിയാം. ഗോഡൌണിലെ പ്രശ്നം വന്നപ്പോഴാ മാഡത്തിന്റെ പദവിയെക്കുറിച്ച് എനിക്ക് ശരിക്കും മനസ്സിലായത്. എന്റെ വിവരക്കേടിന്റെ ശിക്ഷയായിരിക്കും എനിക്ക് കിട്ടിയത്. ഗോഡൌൺ പ്രശ്നോ? അല്ല, നീ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ഞാനും പ്രിയൻചേട്ടനും ഗോഡൌണില്. മാഡം അത് ഇത്ര പെട്ടെന്ന് മറന്നോ? മറക്കാനോ? ഈ ഗാർമെന്റ്സിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവല്ലേ?